അറിയാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ പേര് നാടിൻ നന്നാകേണ സമാധാനം. ആ പാട്ട് ഞാനിട്ട് ആ പാട്ട് ആരും ഒന്ന് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ പെണ്ണ് ഇവർക്കുള്ള ശല്യപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ അടുത്ത ലൈവ് ഇടുവേ. അതുകൊണ്ട് അടുത്ത ലൈവ് ഇത് തന്നെയാണ്. ഈ ലൈവ് ഇപ്പോൾ ഇടുന്നേ. അടുത്ത ആഴ്ച ലൈവ് ഇടുന്നതാണ് തോന്നുന്നേ. അതുകൊണ്ട് ആൽബിയുടെ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ യൂട്യൂബിൽ ഞാൻ ഒന്നാമത് ഇട്ടിട്ടുള്ളത് ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞ ഒരു 3 വീഡിയോസ് ആണ്. 3-4 വീഡിയോസാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 4ാമത്തെ വീഡിയോ ആണ്. ഇത് ലൈവാണ്. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. പണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ആൽബിയെ കാണുന്നത്. ആൽബിയെ കാണുമ്പോൾ ആൽബിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവന് എൻ്റെ കുഞ്ഞാവിക്ക് ഹായ് കൊടുത്തിട്ട് അവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ സംസാരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് പിറ്റേ ദിവസം വന്ന് പിറ്റേ ദിവസം വന്ന് 2-3 വർഷം മുന്നേ പിന്നെയാണ് ഫ്രണ്ട്സ് ആയത്. പിന്നെ എൻ്റെ വീട്ടിലെത്ത കാര്യം ആദ്യം കുഴിമമുടിയിൽ വലിയ വെള്ളപ്പൊക്കമായതുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റൂലേ. അതുകൊണ്ട് താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മാറി 4ാമത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. 4ാമത്തെ ബൈക്ക് വാങ്ങിച്ച് എൻ്റെ അപ്പച്ചൻ 3ാമത്തെ ബൈക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ജൂണിന് ഞങ്ങൾ ഇവിടുന്ന് മാറുവേ. അതുകൊണ്ട് ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ല, ആരും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമാണ് ഇവിടെ നിന്ന് മാറുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ മിസ് ചെയ്യുന്നത് എൻ്റെ മമ്മിയാണ് ഏറ്റവും കൂടുതൽ എന്നെ മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് മിസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മമ്മി കരയുന്നുണ്ട്. അത് കണ്ട് ഈ വീട്ടിൽ ഒരു ചേച്ചിമാരുണ്ട്. അവരെ ഞാൻ കാണിച്ചത് എൻ്റെ മോളിൽ നിൽക്കുന്ന അവരാണ് ആ ചേച്ചിമാർ. ഒരു ദിവസം അവർ എന്നെ കല്ലെടുത്ത് എറിയാൻ നോക്കിയപ്പോൾ അവർ കൊണ്ടില്ല. കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാക്കി അവർ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അവർ എങ്ങനെയൊക്കെയോ ഞങ്ങളെ ഓടിച്ചിട്ട് അവർ അപ്പയോടെ പറയാൻ പോകുന്നു. ഞങ്ങൾ പേടിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ പോയെന്ന്. പിന്നെ വേറെ കുറേ സ്റ്റോറീസ് ഉണ്ട്. എൻ്റെ അച്ഛൻ നല്ല ഭയങ്കര പ്രാവം, എൻ്റെ അമ്മ മാത്രമേ പാവുള്ളൂ. പിന്നെ എൻ്റെ അപ്പച്ചൻ, അവർ 2ആളും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അടുത്ത ദിവസം ചേച്ചിമാരെ കണ്ടാൽ ഞാൻ അവിടെ കൂട്ടുകാരുടെ കൂടി ഇടിച്ച് പഞ്ച് വെക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ താമസമാണ്. ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അതിൻ്റെ വണ്ടി കാണിച്ചത്. ഇതാണ് ആദ്യം വാങ്ങിച്ച വണ്ടി. ബാക്കി വണ്ടികളെ ഞാൻ വാങ്ങിച്ചത് പഴയ കാലത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആ വണ്ടി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം ചേച്ചിമാരെ കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഓടിച്ചു വിടും. ഞങ്ങൾ എങ്ങനെയൊക്കെ ഓടിച്ചിട്ടപ്പോൾ ഞങ്ങളൊക്കെ ഓടിച്ചിടും. അതുകൊണ്ട് എനിക്കിനി നിങ്ങളോട് കാര്യം പറയാനുണ്ട്. പറയട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും 100K സബ്സ്ക്രൈബ് തരണം. അത് സബ്സ്ക്രൈബ് വന്നാൽ ഞങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ആയിരുന്നത് ലൈക്കും സബ്സ്ക്രൈബും തരുന്നത് ഞാൻ അവർക്ക് ഒരു ലക്ഷറി ലംബോർഗിനി തരുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം പറയാം. ഒന്നും പറ്റിയില്ല. നാളെ പോയി ഒന്നും പറ്റിയില്ല പാട്ടിന്. പക്ഷെ ഞാൻ കുറേ വഴക്ക് പറയും. പതുക്കെ വേണം. നേരത്തെ കാണിച്ച എൻ്റെ അപ്പച്ച കൊണ്ടൊക്കെയാണല്ലേ ആ കിണറ് ഈ പൂച്ച കടയിൽ തുടങ്ങി പൂച്ച എണ്ണയൊക്കെ എടുത്ത് ഇപ്പോൾ ക്ലീനാക്കി. ഇപ്പോൾ എല്ലാ ആൾക്കാരും അവിടെ വെള്ളം കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഇവിടെ അങ്കണവാടി വന്നിട്ട് കുറേ നേരമായി കളിക്കാൻ തുടങ്ങി. മാറ്റി കാണാൻ അവിടെ. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് കാണിക്കാം. അതൊരു വീട് കാണുന്നില്ല, ആ വീടാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്. അതുകൊണ്ട്